നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാർത്താണ്ഡം ജംഗ്ഷനിലൂടെയാണ്. ഇതാണ് മാർത്താണ്ഡത്തെ പുതിയ മേൽപ്പാലം. അപ്പോൾ മേൽപ്പാലത്തിൽ കയറാതെ സൈഡിൽ കൂടെയുള്ള എക്സിറ്റ് വഴിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറയുന്നത് പേച്ചിപ്പാറയിലോട്ടാണ്. പേച്ചിപ്പാറ എന്ന് പറയുന്നത് കന്യാകുമാരിയിലെ തന്നെ ഒരു ഹിഡനായിട്ട് കിടക്കുന്ന ഒരു കിടിലനായിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. അതൊരു ഡാം സൈറ്റ് എന്നതിലുപരി അവിടെ എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണിത്. മാർത്താണ്ഡത്ത് നിന്ന് നമ്മൾ നേരെ ആറ്റൂർ വഴിയാണ് പോകുന്നത്. മാർത്താണ്ഡം മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഇടത്തോട്ടുള്ള കട്ടിങ് കയറി നേരെ ആറ്റൂരിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കുലശേഖരത്ത് നിന്ന് നമ്മൾ ആ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് കയറി റൈറ്റ് കട്ട് ചെയ്ത് നേരെ പോകുന്ന വഴിയാണ്. അങ്ങനെ കന്യാകുമാരിയുടെ ഗ്രാമക്കാഴ്ചകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ വന്ന് കയറുന്നത് ഈ ഒരു ആലിൻ്റെ മുന്നിലാണ്. അപ്പോൾ ആലിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് പാർക്കിംഗ് സ്പേസ് ഒക്കെ കാണാം. ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഒരു 10 രൂപ നമ്മൾ അതിൻ്റെ ഫീസ് കൊടുക്കേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ, വേറെ ടിക്കറ്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പാസ് എടുത്തിട്ട് നമ്മൾ ഇറങ്ങി നിന്ന് കാണുന്ന കാഴ്ച ഇതാണ്. നമ്മൾ ഈ കാണുന്നതാണ് അകത്തേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് പ്രത്യേകിച്ച് ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ കൊടുക്കുന്ന 10 രൂപ പാസ് മാത്രം തന്നെയാണ് ഇവിടുത്തെ ചിലവെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡാം കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് പ്യൂർലി ഇറിഗേഷന് വേണ്ടിയിട്ടാണ്, അതായത് ജലസേചനത്തിന് വേണ്ടിയിട്ടാണ്. കന്യാകുമാരിയിലെ ഗ്രാമപ്രദേശങ്ങളിലേക്കും കൃഷിസ്ഥലങ്ങളിലേക്കും വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡാമിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ വെള്ളം കനാലിലൂടെ ഒഴുക്കിക്കൊണ്ടിരിക്കും. കോടയാർ നദിക്ക് കുറുകെയാണ് ഈ ഒരു അണ കെട്ടിയിരിക്കുന്നത്. 2 മലകളെ ചേർത്ത് കെട്ടിയിരിക്കുന്നത് പോലെയാണ് ഈ ഒരു അണയുള്ളത്. ഈ കാണുന്നത് ഈ ഡാമിന്റെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹിസ്റ്ററി പറയുന്ന ഒരു മോണുമെന്റ് ആണ്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മൂലം തിരുനാളിന്റെ കാലഘട്ടത്ത് അലക്സാണ്ടർ ഹെംഫേറി മിഞ്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂറോപ്യൻ എഞ്ചിനീയറാണ് ഈ ഡാം നിർമ്മിച്ചത്. ഈ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത് 1897 മുതൽ 1906 വരെ നീണ്ടു നിന്ന ഒരു കൺസ്ട്രക്ഷൻ പീരീഡാണ്. ഈ ഡാമിന്റെ നിർമ്മാണോദ്ദേശം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് കൃഷിയിടങ്ങളിലേക്ക് ജലസേചനം. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇവിടുത്തെ ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന റിസർവയർ തന്നെയാണ്. ഇത് കോടയാർ നദിയാണ്. അപ്പോൾ കോടയാർ നദിയും ഈ റിസർവയറും അതിൻ്റെ പുറകെ കാണുന്ന പശ്ചിമഘട്ട മലനിരകളും ഒക്കെയാണ് ഇവിടെ ഇരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച. അപ്പോൾ മറ്റ് കാഴ്ചകളൊന്നുമില്ല. ഈ ഒരു പാർക്കുണ്ട്. ഈ പാർക്കിലിരുന്ന് റിസർവയർ കണ്ട് ആസ്വദിക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിലെ സ്ട്രെസ്സും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ഇറക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കിട്ടില്ലം കാഴ്ചയാണ്, നല്ലൊരു അനുഭവമാണ്. പ്രത്യേകിച്ച് ബഹളങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ല. വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രദേശമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നേരത്തെ കണ്ട റിസർവെയർ ഫേസ് ചെയ്ത് കുറച്ച് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ കുറച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ മറ്റു ഭാഗങ്ങളിലൊന്നും അങ്ങനെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള സ്ഥലങ്ങളൊന്നുമല്ല. ഇപ്പോൾ ഒരു കൂട്ടം ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുണ്ടാക്കുന്ന വേസ്റ്റ് മാനേജ് ചെയ്യാൻ മാത്രമുള്ള ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. ഇപ്പോൾ ചില ആൾക്കാർ ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ വന്നായിരിക്കും ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് കളയാനോ അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല. പിന്നെ വരുന്നവരും ആ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് വേസ്റ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ
നമ്മൾ ഇവിടെ ഇത്രയും കാഴ്ചകളാണുള്ളത്. മറ്റൊരു എക്സ്പീരിയൻസ് ഏറ്റവും ക്ലിയറായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിസർവെയർ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ റിസർവെയറിലോട്ട് പോകണമെങ്കിൽ നമ്മൾ വന്ന വഴി ഒരു 800 മീറ്റർ പുറകിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മളൊരു ആർച്ച് കാണും. ആ ഭാഗത്തൂടെ കുറച്ച് ദൂരം സഞ്ചരിക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തപ്പെടും. പക്ഷേ ഇവിടെ പാർക്കിങ് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വളരെ പരിമിതമാണ്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് ഇറങ്ങാം. ഇതൊരു കിടിലൻ അനുഭവമാണ് കേട്ടോ. അതായത് ഇത് ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ പേച്ചിപ്പാറ ഡാമിൻ്റെ റിസർവെയർ ആണ്. നമുക്ക് മറ്റ് ഡാം സൈറ്റുകളിൽ ഒന്നും തന്നെ കിട്ടാത്ത ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അതായത് നമുക്ക് റിസർവെയർ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതൊരു കിടിലൻ അനുഭവമാണ്. ഇവിടെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഫീലാണത്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബോട്ടിംഗ് ആണ്. നമുക്ക് ഈ റിസർവെയറിലൂടെ ഒരു കിടിലൻ ബോട്ടിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതായത് ബോട്ടിൽ കയറി ആ കാണുന്ന പശ്ചിമഘട്ട മലനിരകൾക്ക് അരികിലൂടെയൊക്കെ ഒരു റൗണ്ട് അടിച്ച് വരാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇവിടെ ലോക്കലി സർവീസ് നടത്തുന്ന കുറച്ച് വള്ളക്കാരുണ്ട്. അപ്പോൾ അവരുടെ ബോട്ട് വാടകയ്ക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ബോട്ടിനാണ് വാടക വരുന്നത്. വാടക എന്ന് പറയുന്നത് ഒരു ബോട്ടിന് 600 രൂപ, പെർ ഹെഡിനല്ല. അതിപ്പോൾ ഒരാളാണെങ്കിലും 2 പേരാണെങ്കിലും 600 രൂപ. അപ്പോൾ നമ്മൾ ചെയ്തത് ഒരു ഫാമിലി അവിടെ ഉണ്ടായിരുന്നു. അപ്പം അവരുമായിട്ട് ചേർന്നിട്ടാണ് നമ്മൾ ബോട്ട് എടുത്തത്. അവർ 3 പേരുണ്ടായിരുന്നു, നമ്മൾ 2 പേര്. അങ്ങനെ പെർ ഹെഡ് 100 രൂപ വെച്ചേ ആയിട്ടുള്ളൂ. നമ്മളതിൽ നിന്ന് 200 രൂപയായുള്ളൂ. അപ്പോൾ നമ്മൾ ഷെയർ ഇട്ടാണ് ബോട്ട് സർവീസ് എടുത്തത്. അതൊരു കിടിലൻ കാഴ്ചയാണ് കേട്ടോ, കിടിലൻ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ ബോട്ടിംഗ് സർവീസുകളൊക്കെ തന്നെ പ്യൂർലി ടൂറിസം പർപ്പസിന് വേണ്ടിയുള്ള കാര്യമല്ല. അതായത് ഈ മലനിരകൾക്ക് അരികിലൊക്കെ ഉള്ള കാടുകളിൽ ഒരുപാട് ഊരുകളുണ്ട്, ആദിവാസി ഊരുകളുണ്ട്. അപ്പോൾ അവർക്ക് ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ ഈ ബോട്ടിൽ കരയിൽ വന്നാലേ അവർക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ മലയിറങ്ങി ഈ ബോട്ടുകൾ ആശ്രയിക്കും. ഈ ബോട്ടുകൾക്ക് കുറച്ച് പൈസ കൊടുത്ത് അവരിവിടെ കരയിൽ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അകത്ത് പോകും. അപ്പം നമുക്ക് അവിടെയുള്ള ആൾക്കാരുടെ ഇൻവിറ്റേഷനൊന്നും ഇല്ലാതെ അകത്ത് കയറാനുള്ള അല്ലെങ്കിൽ ഈ ഊരുകളിലേക്ക് പ്രവേശിക്കാനുള്ള അധികാരമൊന്നുമില്ല. അത് ബോട്ടുകാർ സമ്മതിക്കത്തുമില്ല. അപ്പോൾ ഈ ബോട്ടിൽ നമ്മളോടൊപ്പം ഈ ഊരിൽ നിന്നുള്ള 2 പേരുണ്ടായിരുന്നു, ഒരു അമ്മച്ചിയും ഒരു അപ്പൂപ്പനും. അതിൽ ആ അമ്മച്ചി പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരണമെങ്കിൽ, ഊരിലോട്ട് വരണമെങ്കിൽ വരാം. വരുമ്പോൾ കുറച്ച് ഇറച്ചിയും മരിച്ചിനെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതൊക്കെ വച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് രാവിലെ വന്ന് വൈകുന്നേരം തിരിച്ച് ബോട്ടിൽ മടങ്ങാൻ പറ്റും. അത് കുഴപ്പമൊന്നുമില്ല. അവർ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഊരിലേക്ക് വരുന്നതിന് നിയമപ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇനി വരുമ്പോഴത്തേക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കാമെന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു. ഒരു പാവം അമ്മച്ചിയായിരുന്നു. അപ്പം പക്ഷെ അതൊക്കെ എത്രത്തോളം ലീഗലാണ് അങ്ങനെയൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ധാരണയൊന്നുമില്ല. പക്ഷേ കാഴ്ചകളെന്ന് പറയുന്നത് വേറെ ലെവലാണ്. നമ്മൾ ദൂരെ നിന്ന് കാണുന്ന ഒരു കാഴ്ചയെക്കാളും നമ്മൾ ഈ ബോട്ടിൽ ഏകദേശം ഈ ഒരു താഴ്വാരത്തിൻ്റെ അരികിലൊക്കെ എത്തുമ്പോൾ ഒരു ഭയങ്കര മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള കിടിലൻ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ താമസിക്കുന്ന, ഈ തുരുത്തിൽ താമസിക്കുന്ന ആൾക്കാരുടെ വീടുകളാണ്.
അപ്പോൾ മൺകട്ടയിട്ട് ഉണ്ടാക്കിയ വീടുകളും ചെറിയ ചെറിയ കൂരകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവർ തന്നെ ഈ പരിസരങ്ങളിൽ ചെറിയ ചെറിയ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ വീടിൻ്റെ സൈഡിൽ ചെറിയ കിഴങ്ങ് വർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ആട് വളർത്തുന്നുണ്ട്. ഒരുപാട് ആടുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ജീവിതം ഇവിടെ ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അവരെ ആശ്രയിക്കുന്നത്, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത് കരഭൂമിയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ വള്ളങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ടൂറിസ്റ്റുകളും കൂടെ യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അവിടുത്തെ കാഴ്ചകൾ, ആ ജീവിതമൊക്കെ കണ്ട്, ആ പച്ചപ്പും ആ ഒരു പ്രദേശങ്ങളുടെ ഭംഗിയൊക്കെ കണ്ട് ഒരു കിടിലൻ ബോട്ട് യാത്രയായിരുന്നു. അങ്ങനൊരു കിടിലൻ കറക്കമൊക്കെ പൂർത്തിയാക്കി നമ്മുടെ ബോട്ട് യാത്ര ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. നമ്മൾ ഏകദേശം നോക്കുവാണെങ്കിൽ ഈ നമ്മൾ കൊടുക്കുന്ന 600 രൂപയ്ക്ക് ഏതാണ്ട് ഒരു 5 കിലോമീറ്ററോളം നമുക്ക് ഈ റിസർവെയറിലൂടെ കറങ്ങാൻ സാധിക്കും. അപ്പോൾ ഏകദേശം ഒരു ദൂരമാണ് പറയുന്നത് റിസർവെയറിലൂടെ ഒരു റൗണ്ട് അടിക്കുമ്പോൾ. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്, ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണ്. സോ നമ്മൾ പേച്ചിപ്പാറ വരുമ്പോൾ മസ്റ്റായിട്ട് ഒരു ബോട്ട് റൈഡ് എക്സ്പീരിയൻസ് ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. അങ്ങനെ ഒരു കിടിലൻ ബോട്ട് യാത്രയും കിടിലൻ അനുഭവങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ തിരിച്ച് മടങ്ങുകയാണ്. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ പേച്ചിപ്പാറ നമുക്ക് തിരുവനന്തപുരം ഭാഗങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഒരു 1 ഡേ ട്രിപ്പിന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകുന്നത് നെട്ട വഴിയാണ്. അപ്പോൾ നെട്ടയെ പറ്റി കൂടുതൽ ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരു കിടിലൻ സ്ഥലമാണ്. ചിറ്റാർ ഡാമിൻ്റെ റിസർവെയറാണ്. ഇഷ്ടംപോലെ മത്സ്യസമ്പത്തൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് പിടിക്കുന്ന മത്സ്യങ്ങളൊക്കെ കൊണ്ട് ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ അതൊക്കെ കൂട്ടി നല്ല രീതിയിൽ ഉച്ചഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരുപാട് ഫുഡ് സ്പോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. അപ്പോൾ ചിറ്റാർ ഡാമിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.